ഹലോ ഗൈസ്, ഇന്നൊരു പ്രധാന വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മോളുടെയൊക്കെ ഒരുവിധം എല്ലാ പ്രോഗ്രാമിനും സ്കൂളിൽ കയറാനുണ്ട്. എക്സാമ്പിൾ ലൈറ്റ് മ്യൂസിക്, റെസിറ്റേഷൻ, മലയാളം എലക്യൂഷൻ, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, പിന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് വെസ്റ്റേൺ കൾച്ചർ കിട്ടത്തില്ല, അങ്ങനെ അതേപോലെ എല്ലാ ഒട്ടുമിക്ക പ്രോഗ്രാംസിനും നമ്മൾ കയറാറുണ്ട്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിനും നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ലഭിക്കാറുമുണ്ട്. അങ്ങനെ നമ്മൾ കളിച്ചും പാടിയും ഒക്കെ വാങ്ങിച്ച ട്രോഫീസാണ് കേട്ടോ ഇത്. എൻ്റെയാണ് കൂടുതലും. മോൾട്ടിയുടേതെന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ വീട്ടിലാണ്, അവൾ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ എന്തിനാ ഇത് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് അറിയാമോ? ഈ ഇരിക്കുന്ന മൊത്തം എൻ്റെ ട്രോഫീസാണ്. പക്ഷേ എൻ്റെ മാള ചേച്ചിക്ക് ഇതുവരെ ഒരു ട്രോഫീസ് പോലും കിട്ടിയിട്ടില്ല. ഇതുവരെ 10th ഇപ്പോൾ +1 ഞാനും മോൾട്ടേക്ക് ഒരുപാട് കളിയാക്കാറുണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു ട്രോഫി എങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. 10th എക്സാമൊക്കെ ഇവിടുന്ന് എഴുതാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കായിരുന്നു, ചേച്ചി ഒരു ട്രോഫി എങ്കിലും വാങ്ങിക്കാൻ പറ്റുമെന്ന്. എന്ന് വെച്ചാൽ ശബരിമല സ്കൂളിൽ നിന്ന് ട്രോഫി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ 90 എബോവ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ടോപ്പർ ആവണം, 100 ഔട്ട് ഓഫ് 100 മേടിക്കണം. അപ്പോഴും അമ്മ നമ്മളെ വരക്ക് പറയുന്നു, നോക്കിക്കോ അവർക്ക് എക്സാം കഴിയുമ്പോൾ ട്രോഫീസൊക്കെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ പാടില്ലെന്നും പറഞ്ഞാൽ അമ്മ നമ്മളെ ഒരുപാട് വരക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ഓരോ ട്രോഫി പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോഴും ട്രോഫീസ് കിട്ടുമല്ലോ, അപ്പോൾ തന്നെ നമ്മൾ ചേച്ചി കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ആരെയും കളിയാക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് ചേച്ചിക്ക് വന്നപ്പോൾ ചേച്ചിക്കാണെങ്കിൽ 92% ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റിന് 100 ഔട്ട് ഓഫ് 100 ഉണ്ടായിരുന്നു. അപ്പം ട്രോഫി കിട്ടാതിരിക്കുമോ ഗൈസ്? ഇത് ഞാൻ ചേച്ചിയുടെ ട്രോഫീസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ചേച്ചി കിട്ടിയത്. ഇത് ചേച്ചി കിട്ടിയതല്ല, ഈ സ്റ്റാറിൻ്റെ ട്രോഫി എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്തവണത്തെ ആർട്ട് ഫെസ്റ്റിന്. ഇത് 3 എനിക്ക് കിട്ടിയതാണ്. അപ്പം ഇനി ചേച്ചിയുടെ ട്രോഫീസിലോട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ലാസ്റ്റ് കിട്ടിയ ട്രോഫി, പക്ഷേ അത് ഫസ്റ്റാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ അമ്മയാണ് ഇത് വാങ്ങിച്ചത്. ഇത് 9ാം വാർഡിൻ്റെ വകയായിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ സെക്കൻഡ് ഇരിക്കുന്ന ട്രോഫിയാണ് സബ്ജക്ട് ടോപ്പർ 100 ഔട്ട് ഓഫ് 100 മേടിച്ചതിൻ്റെ ട്രോഫിയാണ് കേട്ടോ ഇത്. ശബരിമല സ്കൂളിൽ നിന്ന് മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ 100 ഔട്ട് ഓഫ് 100 ഉണ്ടെന്ന്. പിന്നെ ഇത് കൊല്ലത്ത് 100 ഔട്ട് ഓഫ് 100 നമുക്ക് സഹോദരിയെ പോലെ പോയി മേടിക്കാൻ പറ്റിയ ട്രോഫിയാണ് ഇത്. ഇതിന് ഫോട്ടോ ഇല്ല, അവർ ഒത്തിരി കൊച്ചുങ്ങൾക്ക് ഒത്തിരി സ്റ്റുഡൻസിനും കൊടുക്കുന്നതുകൊണ്ട് ഇതിന് ഫോട്ടോ ഇല്ലായിരുന്നു. ഇത് 90 എബോവ് കിട്ടിയതിന് നമുക്ക് കിട്ടിയതാണ് ശബരിമല സ്കൂളിൽ നിന്ന്. പിന്നെ ഇത് നമ്മുടെ NSS കരയോഗത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടിരിക്കുന്ന ട്രോഫിയാണ് DYFI എന്ന് പറയുന്നൊരു പാർട്ടിയുടെ വക കിട്ടിയതാണ് നമുക്ക് കേട്ടോ ഗൈസ്. അടുത്ത ട്രോഫി ഏതെന്നറിയണ്ടേ? അത് അച്ഛൻ്റെ പ്രവാസി അസോസിയേഷൻ കൊടുത്ത ട്രോഫിയാണ്. അതിൽ ചേച്ചിയുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൊടുത്തതാണ്. അത് എവിടെ നിന്ന് കൊടുത്തതാണ്? അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ, അഞ്ചൽ സൊസൈറ്റിയിൽ നിന്ന്. അതിൻ്റെ കൂടെയും ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ ട്രോഫി. പക്ഷേ അവസാനത്തെ ട്രോഫി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ബിക്കോസ് ആ ട്രോഫിയാണ് ഫസ്റ്റ് കിട്ടിയ ട്രോഫി കേട്ടോ. ഈ ട്രോഫിയും കൂടെയും ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടിൻ്റെയും കൂടെയാണ് ക്യാഷ് പ്രൈസ് കിട്ടിയത്. അപ്പം ഫസ്റ്റ് കിട്ടിയ ട്രോഫിയാണ് ഇത് നമ്മുടെ കേരള കോൺഗ്രസ് ടീമിൻ്റെ ട്രോഫിയാണ് കേട്ടോ. അപ്പം ഇത്രയും ട്രോഫീസാണ് ചേച്ചിക്കുള്ളത്. 9 ട്രോഫീസ് ഉണ്ട്. കറക്റ്റ് ഒരു 10 ആവും. നമ്മളത് മേടിച്ച് കൊടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം അതൊന്ന് ഓൾറൗണ്ടായിട്ട് കാണാം. ഇതെന്തുകൊണ്ടാണ് ചേച്ചി കിട്ടിയെന്ന് അറിയാമോ? ഇപ്പം ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെ ആരെയും കളിയാക്കാനും താരതക്കെട്ടാനും പാടില്ലെന്ന്. അപ്പം എൻ്റെ ചേച്ചിക്ക് 90 എബോവും പിന്നെ ആണെങ്കിൽ 100 ഔട്ട് ഓഫ് 100 വേറെ സബ്ജക്ട് ടോപ്പർ അല്ല കേട്ടോ, 100 ഔട്ട് ഓഫ് 100 കിട്ടിയതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ ഒരു ട്രോഫിയെങ്കിലും മേടിക്കുമോ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് ഇത്രയും പ്രൗഡായിട്ട് ഇത്രയും ട്രോഫി മേടിച്ചതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയങ്ങളിൽ എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? ബിക്കോസ് പ്രീ ബോർഡിന് ചേച്ചിക്ക് ഭയങ്കര മാർക്ക് കുറവായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി 2 മന്താണ് ചേച്ചി ഹാർഡ് വർക്ക് ചെയ്തത്. അതേപോലെ അതിന് മുമ്പേ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചേച്ചിക്ക് സ്കൂൾ ടോപ്പർ ആവായിരുന്നു ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം നിഷാൻ്റെ ചേച്ചിക്കാണെങ്കിൽ കൊടുത്തതാണ് കേട്ടോ 90 മീൻസ് ആ ഒരു മാർക്ക് കിട്ടിയതിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ ഫംഗ്ഷനൊക്കെ വെച്ചായിരുന്നു. അതൊരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ടാഗ് ചെയ്തേക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇത് ചേച്ചി നിഷാൻ്റെ കൊടുത്തതാണ് കേട്ടോ. ഇത് പിന്നെ ചേച്ചിക്ക് അമ്മ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഗൈസ്, ഈ ഒരു ഫോട്ടോ.
അപ്പോൾ എനിക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. എന്താണെന്നറിയണ്ടേ? അമ്മ പറഞ്ഞേക്കുന്ന ചേച്ചി മേടിച്ച പോലെ തന്നെ മികവ് നമ്മൾ എൻ്റെ സ്റ്റഡീസിലും കാണിക്കണം എന്നാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പം ഞാനാണെങ്കിലേ 92 എബോ അല്ല 95 എബോ ആയിരിക്കും മേടിക്കുന്നത്. മാത്രമല്ല ശബരി സ്കൂളിൻ്റെ ടോപ്പ് റോ ആയിരിക്കും. എല്ലാവരും സ്റ്റഡീസിലും കൾച്ചറൽസും ആർട്സ് സ്പോർട്സ് എല്ലാത്തിനും നല്ല വിജയം കൈവരിക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ട്രോഫീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ബുക്കൊക്കെ പൂജ വെച്ചിട്ട് നല്ല ദിവസത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു നല്ല പുതിയ ജേർണി തുടങ്ങിയിട്ട് എല്ലാവരും ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കുക. എനിക്കൊരു ടൈം ടേബിളുണ്ട്, ഞാനൊരു ജേർണലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ ചെയ്യണേ ഗൈസ്. ഒരു ടൈം ടേബിളൊക്കെ വെച്ച് കറക്റ്റ് ടൈമിൽ എണീക്കണം, കറക്റ്റ് ടൈമിൽ ഉറങ്ങണം. അതേപോലെ തന്നെ വീക്കെൻഡിൽ സൺഡേ സാറ്റർഡേ നമ്മൾ എല്ലാ പഠിച്ച സബ്ജക്ട്സൊക്കെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ റിവൈസ് ചെയ്തില്ലേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യണേ ഗൈസ്. അപ്പം ഇന്നത്തെ വിശേഷം ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും വരാം. ടാറ്റാ ബൈ ബൈ ഗൈസ്. ടാറ്റാ.